ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തര ജയിൽ സുരക്ഷാ യോഗം വിളിച്ചിരിക്കുകയാണ്. അതിന്റെ വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോവിന്ദചാമിയുടെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ചർച്ചയാവുക. ഷീജ, ഗുഡ് മോർണിംഗ്. ഗോവിന്ദചാമി ജയിൽ ചാടിയത് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരുന്നു, അമ്പരപ്പിച്ചിരുന്നു. ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയായിരിക്കുമോ യോഗത്തിന്റെ പ്രധാന അജണ്ട? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും അത് തന്നെയായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. കാരണം സംസ്ഥാനത്തെ ജയിലുകളുടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതിനൊപ്പം തന്നെയാണ് കണ്ണൂർ ജയിലിലെ സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങൾ അടക്കം ജയിൽ മേധാവി കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും രാവിലെ 11 മണിക്ക് ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ പ്രധാനമായും സർക്കാർ ഉദ്ദേശിക്കുന്നത് ജയിലുകളിലെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി DGPക്കും താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ ഓരോ ജയിലുകളുടെയും സാഹചര്യം എന്താണ് എന്നുള്ളത് വിലയിരുത്തിയതിന് ശേഷം തന്നെയായിരിക്കും ജയിലിലെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒക്കെ യോഗത്തിൽ ഉയരുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖയടക്കം തയ്യാറാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനു മനസ്സിലാക്കുന്നത്. ഷീജ, ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ ഉണ്ടായ സുരക്ഷാ വീഴ്ച, ഗോവിന്ദചാമി ജയിൽ ചാടിയ സാഹചര്യം, ഇതൊക്കെ പ്രത്യേകം പരിശോധിക്കപ്പെടുകയും ആ വിഷയത്തിൽ കർശനമായ ഇപ്പോൾ തന്നെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അതീവ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ, ജീവനക്കാരുടെ വിഷയങ്ങളിലടക്കം സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒക്കെ ഇന്നത്തെ യോഗത്തിൽ വരുമോ? തീർച്ചയായും. ഏതായാലും കണ്ണൂർ ജയിലിലെ സാഹചര്യം കൃത്യമായ രീതിയിൽ തന്നെ ജയിൽ മേധാവി ഇന്നത്തെ ഈ യോഗത്തിൽ വിശദീകരിക്കും. അതിനുശേഷം ഏതായാലും അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി ജയിൽ മേധാവിക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇതിനകം തന്നെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട്. സംസ്ഥാന പോലീസ് ജയിൽ മേധാവി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും എല്ലാ ആഴ്ചയിലും വിളിക്കുന്ന പ്രത്യേക പോലീസിന്റെ യോഗമുണ്ട്. ആ യോഗം കൂടി ഇന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൂടുതൽ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടപടി, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ചയുണ്ടായത്, ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് അതിലുള്ള പങ്ക്, അതെല്ലാം വിശദമായി തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അത് ഒരു ഭാഗത്ത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ ജയിലുകളുടെ സാഹചര്യം കൂടി ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നതും. കൂടുതൽ ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. മനു. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ചയാകും. ജയിലുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചയാകും. ഒപ്പം തന്നെ ആധുനികവൽക്കരണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ വേഗത്തിലാക്കാനുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഒപ്പം തന്നെ ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും കഴിയട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം.